ഈ പ്ലാന്റിൻ്റെ ഒരു എൻട്രൻസ് ആണ് വരുന്നത്. എൻട്രൻസിൽ തന്നെ നമുക്ക് ഈ ഷൂ റാക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ മെഷീൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കംഫർട്ടബിളായിട്ട് ഇരുന്ന് നമുക്ക് ഇവിടെ ഷൂ ഇട്ടിട്ട് പോകാനുള്ളൊരു കൺസെപ്റ്റിലാണ് ഇത് വെച്ചിട്ടുള്ളത്. ഇതെല്ലാം മറൈൻ പ്ലൈ വിത്ത് ഓക്സൈഡ് ലാമിനേഷൻ വിത്ത് FDPST ആണ് ചെയ്തിട്ടുള്ളത്. ഉള്ളിൽ നമുക്ക് തട്ടുകളും മറൈൻ പ്ലൈ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ബാക്ക് സൈഡ് നമുക്ക് PVC ബോർഡാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈർപ്പം തട്ടിയാലും ബുദ്ധിമുട്ട് വരാതിരിക്കാൻ പറ്റും. എല്ലാത്തിനും എയർ സെൻസർ കൊടുക്കുന്നുണ്ട്. പിന്നെ എയർ സർക്കുലേഷനും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഉള്ളിലോട്ട് കയറാം. ഇവിടെ നമ്മൾ 3+ സോഫയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ഫാബ്രിക് നമുക്ക് റെഡിയാക്കാം. ഇത് ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണ്. ഈ സ്പേസിനനുസരിച്ചിട്ടാണ് നമുക്ക് ഈ സോഫ റെഡിയാക്കിയിരിക്കുന്നത്. ഫാബ്രിക് വേണമെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ലെതർ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഇവിടെ വരുന്നത് ഊഞ്ഞാക്കട്ടിലാണ്. ഊഞ്ഞാക്കട്ടിലാണ് വരുന്നത്. നമ്മൾ സ്പേസ് എല്ലാം റെഡിയാക്കി അതിനനുസരിച്ചിട്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരാത്ത വിധത്തിലാണ് നമുക്ക് ഈ ഒരു സാധനം റെഡിയാക്കി കസ്റ്റമൈസ് ചെയ്തെടുക്കുന്നത്. ഹാങ് ചെയ്ത് നേരെ ഫസ്റ്റ് ചെയ്ത് ഹാങ് ചെയ്ത് നല്ല ഹെവി സ്ട്രോങ് ആണ്. ഇത് അതേപോലെ നമുക്ക് മറൈൻ പ്ലൈക്ക് ബോത്ത് സൈഡ് ലാമിനേഷനും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ ബാക്ക് സൈഡ് ബാത്റൂം കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് മൾട്ടിവുഡ് വെച്ചിട്ടാണ് ബാക്ക് സൈഡ് പാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എളുപ്പം വന്നാലും ഇതിന് കലക്കാവുന്നതാണ്. പിന്നെ ഇതിൽ നമുക്ക് ഡ്രോസ് വരുന്നുണ്ട്. അതേമാതിരി സെറ്റ് ബോക്സ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് വരുന്നുണ്ട്. ഇത് സെയിം ഡ്രോ തന്നെയാണ്. പിന്നെ ഇതിൽ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഇത് പ്രയർ യൂണിറ്റ് ആണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഈ ഫ്ലാറ്റിന്റെ രണ്ടാമത്തെ റൂം. നമ്മൾ മുന്നത്തെ ഫസ്റ്റ് റൂമിൽ മാസ്റ്റർ ബെഡ്റൂമിൽ ചെയ്ത അതേ രീതിക്ക് തന്നെയാണ് ഇതിലും ചെയ്തിട്ടുള്ളത്. പ്രീലാമിനേറ്റഡ് MDF തന്നെയാണ് ലോഫ്റ്റും വാർഡ്രോബും ഡ്രസ്സിംഗ് ടേബിളും എല്ലാം ചെയ്തിട്ടുള്ളത്. ഇതിൽ അതിൽ കണ്ട മാതിരി തന്നെ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്ക് സൈഡ് PVC ബോർഡാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇതിന്റെ ബാക്ക് സൈഡ് ബാത്റൂം ആണ് വരുന്നത്. പിന്നെ ഇത് ഡ്രോസ് ആണ്. ഇത് പ്ലെയിൻ ഡ്രോസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെയാണ് സെയിം കട്ട് കൊടുത്തത്. ഒരു ഡിസൈനിൻ്റെ ഭാഗമായിട്ട് സെയിം ലൈൻ ഇടാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. ഇതിനും ജസ്റ്റ് കട്ടുകൾ കൊടുത്തിട്ട് ഇത്ര സ്പേസ് ഉള്ളൂ. അതുകൊണ്ട് ചെറിയ ക്യാബിനായി മാറും. ഇതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സെറ്റും ഒന്ന് നോക്കാം. ഇതിലെന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഇവിടുത്തെ ക്ലൈൻറ്റിൻ്റെ റിക്വയർമെൻ്റ് എന്ന് വെച്ചാൽ മിനിമം ഫോർത്തിന് ചെയ്യണമെന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മറൈൻ പ്ലൈ ആ ഒരു രീതിയിലേക്ക് ലാമിനേറ്റ് ആ ഒരു രീതിയിലേക്ക് പോയിട്ടില്ല. നമുക്കിത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രീലാമിനേറ്റഡ് MDF ബോർഡിലാണ് ഇത് മൊത്തം ചെയ്തെടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്കത് ശരിക്കും നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് എന്താ വെച്ചാൽ എഡ്ജസോ ബോർഡറിങ്ങോ ഒന്നും കാണാത്ത വിധത്തിലാണ്. അപ്പോൾ അതിൻ്റെ സ്കൂളിങ്ങും കാര്യങ്ങളെല്ലാം ഇൻസൈഡാണ് പോകുന്നത്. അപ്പോൾ അത്രയും ഫിനിഷിങ്ങിലാണ് നമുക്കിത് ചെയ്തിരുന്നത്. പക്ക മറൈൻ പ്ലൈയിൽ തന്നെ ബോത്ത് സൈഡ് ലാമിനേഷൻ ചെയ്ത ഒരു ഫീലിലാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ മിററിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിക്കാണ് നമ്മൾ പറ്റുകൾ കൊടുത്ത് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡ് എല്ലാത്തിൻ്റെയും നമ്മുടെ വർക്കിൻ്റെ എല്ലാത്തിൻ്റെയും ബാക്ക് സൈഡ് എന്ന് പറയുന്നത് PVC ബോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് അതുകൊണ്ട് തന്നെ നമുക്ക് ഈർപ്പം ഭിത്തി വഴി കയറി വന്നിട്ട് ഒരു നമ്മുടെ മെറ്റീരിയൽസൊന്നും ഒരു ബുദ്ധിമുട്ട് വരാത്ത വിധത്തിൽ കിട്ടും. ഇതിനുള്ളിൽ കൊടുത്തിട്ടുള്ള കട്ടുകൾ നമുക്ക് മാക്സിമം ലെങ്തി ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ വേണം നമുക്ക് സോർട്ട് ചെയ്യണം. കുഞ്ഞു കുഞ്ഞ അറകൾ കൊടുത്തു വെച്ചാൽ പിന്നെ നമുക്ക് ബാക്കി സ്പേസ് നഷ്ടപ്പെടും. അപ്പോൾ ഇതിലാകുമ്പോൾ നമുക്ക് 3 റോ ആയിട്ട് നമ്മുടെ തുണികൾ സ്റ്റാക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു രീതിയിൽ സിസ്റ്റത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇതിലെന്ന് പറയുന്നത് നമുക്ക് ഹാങ്ങർ റോ വരുന്നുണ്ട്, ഡ്രോ വരുന്നുണ്ട്, ലോക്കർ വിത്ത് ലോക്കറാണ് വരുന്നത്. പിന്നെ നേരെ പറയുന്ന ലോക്കാണ് വരുന്നത്. ഫ്രെയിം ലോക്ക് തന്നെയാണ്. അത് നമ്മൾ ടോട്ടൽ ഫ്രെയിം വിത്ത് ഡോസാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. എല്ലാം ഈ പ്രീലാമിനേറ്റഡ് MDF ബോർഡ് എല്ലാം ചെയ്തെടുത്തിരിക്കുന്നത്. ഈ സസ്പെൻഡ് ചാനലാണെങ്കിലും പാനാണെങ്കിലും എല്ലാം നമ്മൾ ഇതേ ബോർഡ് തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈർപ്പത്തിൻ്റെ എവിടെയെങ്കിലും ഇഷ്യൂസ് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം നമുക്ക് PVC ബോർഡ് വെച്ച് പാക്ക്
നോക്കിയിട്ടാണ് ഇതെല്ലാവർക്കും ചെയ്തിട്ടുള്ളത്. നമുക്കിനി അടുത്ത ഈ സൈഡിലുള്ള കിച്ചൺ ഒന്ന് വെച്ചെടുക്കാം. ടോട്ടൽ ഡോർസ് എല്ലാം മറൈൻ ടൈൽ ഇട്ട് ബോത്ത് സൈഡ് ലാമിനേഷനും അതേമാതിരി എഡ്ജ് ലീക്കിങ്ങുമാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഏറ്റവും മിനിമം കോസ്റ്റ് തന്നെ നമുക്ക് മാക്സിമം ഫിനിഷിങ്ങാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതേമാതിരി ടോപ്പ് ക്യാബിനറ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ ഇൻക്ലൂഡിങ് ഈ ക്യാബിൻ അടക്കം മറൈൻ പ്ലൈയിലാണ് ചെയ്യുന്നത്. മറൈൻ പ്ലൈയിൽ ബോത്ത് സൈഡ് ലാമിനേഷനും എഡ്ജ് ലീക്കിങ്ങാണ് ചെയ്യുന്നത്. പിന്നെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് WPC PVC ബോർഡ് അല്ലെങ്കിൽ WPC-യിലൊക്കെയാണ് ചെയ്യുക. അതായത് ഈർപ്പം പയറുന്നൊന്നും ഇതിലോട്ട് നമ്മുടെ ക്യാബിനിലോട്ട് അറ്റാച്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ക്യാബിനറ്റ്സും എല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. നമ്മൾ അത്യാവശ്യം ഈ സൈഡിലുള്ള പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ബൗൾസ് കാര്യങ്ങളെല്ലാം വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സിസ്റ്റം ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഓപ്പൺ ഷെൽഫ് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ നല്ല ബൗൾസ്, ഗ്ലാസ്, ഫൈനർ അങ്ങനത്തെ ഒക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഷെൽഫ് ഓപ്പൺ ഷെൽഫ് കൊടുത്തിരിക്കുന്നത്. താഴത്തെ നോക്കുവാണെങ്കിലും ഇതിപ്പോൾ നമുക്ക് സ്ലാബ് വന്നതുകൊണ്ട് നമുക്ക് ഇൻസൈഡ് ഫുള്ളായിട്ട് ക്യാബിനറ്റായിട്ട് PVC ക്യാബിനറ്റായിട്ട് നമുക്ക് അടിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഇപ്പോൾ നമുക്ക് ഈ സ്ലാബ് ഇല്ലാത്തൊരു കിച്ചൺ ആണെങ്കിൽ നമുക്ക് പ്ലെയിൻ ഫ്ലോറായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കിച്ചൺ ആണെങ്കിൽ നമുക്ക് ക്യാബിനറ്റ് ഫുള്ളായിട്ട് PVC ബോർഡിലും അതേമാതിരി മഴപ്ലൈ ഡോർസും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഫുള്ളി പാക്ഡ് ആയിരിക്കും. ബാക്ക് സൈഡും PVC ബോർഡായിരിക്കും വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് ഇത് പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈലേക്ക് ബോർഡ് അടി കൂടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം വർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യം ഇവിടെ കിട്ടും. നല്ല ലൈറ്റിംഗ് കിട്ടും. ഇനി ഇവിടെ പിന്നെ നമുക്ക് ഗ്യാസിൻ്റെ ഒരു പ്രൊഫൈലാണ് കൊടുത്തിട്ടുള്ളത്. 0 ബോട്ടമായിട്ട് കൊടുത്തത്. പിന്നെ നമുക്ക് മാക്സിമം അവിടെ ഷെൽഫുമായിട്ടാണ് കൊടുത്തത്. കപ്പാസിറ്റി അവിടെയും കിട്ടും. ഇത് പിന്നെ എന്ന് പറയുന്നത് ടാൻഡം ബോക്സ് ആണ്. പ്ലെയിൻ ടാൻഡം ബോക്സ് ആണ്. നമുക്ക് എന്ത് വേണം, പാത്രങ്ങളോ ബോൾസോ കാരണം എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ഇതും അതേമാതിരി പ്ലെയിൻ ടാൻഡം ബോക്സ് ആണ്. എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഏത് വേണം യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ചെറ്റിക്കോ ഹാപ്പിലേ ഏത് വേണം നമുക്ക് യൂസ് ചെയ്യാം. ഇത് കട്ട്ലറിയാണ്. PVC കട്ട്ലറിയാണ്. വെള്ളം തട്ടിയാലും പ്രശ്നമില്ല. നമുക്കത് എടുത്ത് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് പിന്നെ സിങ്കിൻ്റെ ഭാഗമാണ് വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വെന്റിലേഷൻ കൊടുത്തിട്ടുള്ളത്.